സുഹൃത്തുക്കളെ നമസ്കാരം. നാളെ കേരള പിറവി ദിനമാണ്. അതിദരിദ്രരെ വിമുക്തമായിട്ടുള്ള ഒരു കേരളമായിട്ട് നാളെ പ്രഖ്യാപനം നടത്തുക. ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ എല്ലാവരും അതിദരിദ്രരായി ആകാതിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ഇതിൻ്റെ പണ്ടൊക്കെ ദരിദ്രരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അന്നത്തിന് വകയില്ലാത്തവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്നൊക്കെയാണ് നമ്മൾ കരുതിക്കുന്നത്. ഇപ്പോൾ അവരെ അങ്ങ് മാറ്റിയിട്ട് അതിലെ ഒരു പടി കൂടെ താഴ്ന്നിട്ട് അതിദരിദ്രരായി. ഇനിയിപ്പം സൂക്ഷ്മദർശിനി വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 5 വർഷം ഇവർ ഭരിക്കുകയാണെങ്കിൽ ഈ അതിദരിദ്രരെ ഇനിയും അതീവ ദരിദ്രരായിട്ട് പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയാനുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങളെ ഇത്രയും ആക്ഷേപിക്കുന്ന ഒരു സർക്കാർ ഉണ്ടോ ഇല്ലെന്ന് തന്നെ നമുക്കറിയാനൊക്കത്തില്ല. ഇതുവരെയുള്ള സർക്കാരുകളൊന്നും അതീവ അതിദരിദ്രർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ഈ ദരിദ്രം ഇതിൻ്റെ പ്രഖ്യാപനം നടത്താനായിട്ട് വിളിച്ചിരിക്കുന്ന ആരാ? ഭയങ്കര ദാരിദ്ര്യം അനുഭവിച്ച 3 സിനിമാ നടന്മാർ. കമലഹാസൻ ഒന്ന് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. 2 നമ്മുടെ ഇവിടുത്തെ 2 പ്രമുഖ നടന്മാർ. ഇവരൊക്കെ അതീവ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തുവെന്നറിയാമോ? ഇവരൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലാത്ത ഇവരെ കൊണ്ട് ഇത് പ്രഖ്യാപനം നടത്തുക. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊക്കെ വെറും ഒരു ഡിമ്മിക്കാണ്. ഇത് ആത്മാർത്ഥതയുള്ളൊരു സർക്കാരും ഇങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വല്ല പാവപ്പെട്ട ഒരാളെ കൊണ്ട് കാണാം ഇത് പ്രഖ്യാപനം നടത്തായിരുന്നു. അല്ലാതെ മോഹൻലാലോ മമ്മൂട്ടിയോ കമലഹാസനോ ഒന്നുമല്ല ഈ പ്രഖ്യാപനം നടത്തേണ്ടത്. അവർ ഈ ദാരിദ്ര്യത്തെ പറ്റി എന്തവർക്കറിയാം? അപ്പം ഈ ദാരിദ്ര്യം, അതീവ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കരുത്. ദൈവത്തെ ഓർത്ത് ഈ കൊടുക്കാനുള്ളത് കൊടുക്കുക. അല്ലാതെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഇലക്ഷൻ വരുമ്പോഴത്തേന് ഈ കഴിഞ്ഞ 4.5 വർഷം 11 വർഷം 10 വർഷം 9 വർഷം ഭരിച്ചു. 5 വർഷം പോയിട്ട് 4 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ തോന്നിയത്. ഓക്കെ, ഇതിൽ കൂടുതലൊക്കെ നമുക്ക് പറയാനുണ്ട്, പക്ഷേ സമയപരിധി മൂലം പറയുന്നില്ല. ജയ് ഹിന്ദ്.